ബൈബിളിൽ പറയാത്ത ബൈബിൾ കഥകൾ നാം തുടരുകയാണ്. ഈശോയുടെ ശിഷ്യന്മാരിൽ കൊണ്ടു നടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾ അത് യൂദാസ് തന്നെയായിരുന്നു. യൂദാസിന് ഏറ്റവും താല്പര്യം പൈസയോടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂദാസ് കൂടെയുള്ള ശിഷ്യന്മാരുമായിട്ട് കലഹിക്കുകയും പണത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സിലൊട്ടും സ്നേഹമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു യൂദാസ്. പ്രായത്തിൽ ചെറുപ്പക്കാരായിരുന്ന യാക്കോബും യോഹന്നാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുസൃതികൾ കാണിക്കുമ്പോൾ അവരെയൊക്കെ വഴക്ക് പറഞ്ഞ് ഓടിക്കുമായിരുന്നു യൂദാസ്. അപ്പോൾ ഇങ്ങനെ ഈശോയുടെ ശിഷ്യനായിരിക്കാൻ വേണ്ടി പറ്റിയ യാതൊരു ഗുണവുമില്ലാത്ത യൂദാസ്, ഈ യൂദാസിനെ ഈശോ അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് ഒരു ദിവസം ഈശോയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, ഈശോയെ, എന്തിനു വേണ്ടിയാ ഈ മനസ്സിൽ ഒരു സ്നേഹവും ഇല്ലാത്ത ഈ മനുഷ്യനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? അയാളെ പറഞ്ഞു വിട്ടുകൂടെ അങ്ങേക്ക്? അപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസ്, ഞാൻ നിന്നോട് ഒരു കഥ പറയാം. ഒരാൾക്ക് ഒരു 2 കഴുതകളുണ്ടെന്നിരിക്കട്ടെ. ഈ 2 കഴുതകളിൽ ഒന്ന് പറഞ്ഞാൽ കേൾക്കും, വേറൊന്ന് പറഞ്ഞാൽ അനുസരിക്കത്തേ ഇല്ല. അയാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. അയാളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ 2 കഴുതകളെയും കെട്ടിയിട്ടുണ്ട്. ഒരു കഴുത പറഞ്ഞാൽ നന്നായിട്ട് അനുസരിക്കുന്നുണ്ട്, മറ്റേ കഴുത ഇടയ്ക്കിടയ്ക്ക് അയാൾ പറയുന്നതിനൊക്കെ എതിരായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും അയാൾ ആ കഴുതയെ വഴിയിൽ അഴിച്ചു വിടുമോ? പത്രോസ് പറഞ്ഞില്ല. കാരണം എന്താ? അയാൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ ഈ കഴുതയെ കൂടെ അയാൾ എങ്ങനെയെങ്കിലും അയാളോടൊപ്പം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെന്നത് അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവുമാണ്. അതുകൊണ്ട് അയാൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ക്ഷമയോടെ. പ്രിയപ്പെട്ട പത്രോസേ, ഇതുപോലെ തന്നെയാണ്. എനിക്ക് യൂദാസിനെയും എന്നോടൊപ്പം തന്നെ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ്റെ ആത്മാവിനെ എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ക്ഷമയോടെ അവനെ പിന്തുടരുന്നത്. വിശ്വസ്നേഹമുള്ളവരെ, നമ്മളും ജീവിതത്തിൽ ചില കുറവുകളുള്ളവരെ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തവരെ ചിലപ്പോൾ മാറ്റി നിർത്താറില്ലേ? അവരെ നമുക്ക് വേണ്ടെന്ന് വെച്ച് നമ്മളെ ഒഴിവാക്കാറില്ലേ? ഈശോ പറയുന്നത് പോലെ തന്നെ അവരെയും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കാം. ചില ദൈവിക പദ്ധതികൾ അവരിലൂടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാനുണ്ടായിരിക്കാം. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.